തെരഞ്ഞെടുപ്പ് നല്ല രീതിയിൽ നടക്കുന്നു. ഞാൻ യാത്രയിലായിരുന്നു. മുഴുവൻ സമയവും തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഓരോ സ്ഥലങ്ങളുടെയും പ്രതികരണങ്ങൾ കാണുകയായിരുന്നു. യാത്രയിലിരുന്നുകൊണ്ട് കാണാൻ സാധിച്ചു. എല്ലാം ഭംഗിയായിട്ട് പുരോഗമിക്കുന്നു. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 34% ആയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. എല്ലാ ജനങ്ങളും വളരെ ആത്മാർത്ഥമായിട്ട് ഈ ഇലക്ഷനെ സംബന്ധിക്കുന്നു എന്നുള്ളതാണ് സന്തോഷം. മാറ്റം ഉണ്ടാകണോ എന്നുള്ളത് കേരളത്തിലെ പ്രബുദ്ധ ജനങ്ങൾക്കറിയാമല്ലോ. അവർ ഈ കാര്യങ്ങൾ കേന്ദ്രത്തിലെയും കേരളത്തിലെയും ഒക്കെ ഭരണമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവരല്ലേ. അവർക്കതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായി അവർ ആത്മാർത്ഥമായി സഹകരിക്കുമെന്നാണ് എൻ്റെ വിചാരം. അതറിയാൻ പാടില്ല. അതെ, ജനങ്ങളെ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യമാണ് അവർക്ക്. അത് നേതാക്കന്മാർക്ക് മാത്രമല്ല, ജനങ്ങൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് അവർക്ക് അതിനനുസരിച്ചുള്ള ബോധ്യത്തിൽ അവർ വേണ്ടതായ പ്രതികരണം നടത്തുമെന്നാണ് എൻ്റെ വിചാരം. ആര് ജയിച്ചു വന്നാലും എനിക്ക് സന്തോഷം. അതെ, ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളാണ് രാജാക്കന്മാർ. ഇന്ന് സ്ഥാനാർത്ഥികളെല്ലാം നമ്മുടെ അടിമകളാണ്. രാജാക്കന്മാർ തീരുമാനിക്കട്ടെ ആര് ഭരിക്കണമെന്നുള്ളത്. രാജ്യത്തിന് അത് വലിയ ഒരു തീരുമാനമായിരിക്കും, ജനങ്ങളുടെ തീരുമാനം. ജനായത്വം എന്ന് പറയുന്നത് ജനങ്ങളുടെ തീരുമാനമാണല്ലോ. അപ്പോൾ രാജാക്കന്മാരായ ജനങ്ങൾ തീരുമാനിക്കും ആര് കസേരയിൽ വരണമെന്നുള്ളത്. അത് നമുക്ക് 4-ാം തീയതി കാണാം. അതാ ഞാൻ പറഞ്ഞത്, ജനത്തിനറിയാം എങ്ങനെ പ്രതിഫലിപ്പിക്കണം ഇല്ലയോ എന്നുള്ളത്. ആ ജനം അത് ചെയ്യും.